കുറച്ചുകാലമായി എലാൻട്രയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഹ്യുണ്ടായി. നിരവധി തവണ വാഹനം പരീക്ഷണയോട്ടം നടത്തുന്നതിന്റെ റിപ്പോർട്ടുകളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര വിപണികളിൽ ഇതിനോടകം വിൽപ്പനയ്ക്കെത്തിയിട്ടുള്ള പുതിയ വാഹനം ഈ മാസം അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. നിരവധി മാറ്റങ്ങളോടെയാണ് എലാൻട്ര ഫേസ് ലിഫ്റ്റ് പുറത്തിറങ്ങുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സ്റ്റൈലിംഗും ഷാർപ്പ് ഡിസൈനുമാണ് വാഹനത്തിന്. വിപണിയിൽ ഹോണ്ട സിവിക്കിന്റെ പ്രധാന എതിരാളിയാവും എലാൻട്ര. പുറത്തിറങ്ങാനുള്ള തീയതി അടുക്കുന്നതോടെ വാഹനം പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ വരൂ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിലെ മോഡലിന് കരുത്തേകുന്ന അതേ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ യൂണിറ്റ് തന്നെയാവും പുതുതലമുറ മോഡലിനും നിർമ്മാതാക്കൾ നൽകുന്നത്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വാഹനത്തിൽ ലഭ്യമാകും. അതേ ഹ്യുണ്ടായിയുടെ ഡി വിഭാഗത്തിലെ പുതിയ ഡീസൽ സെഡാനിൽ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നവരെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. ഡി വിഭാഗം സെഡാനുകളിൽ ഡീസൽ എഞ്ചിനുകൾക്ക് ആവശ്യക്കാർ കുറവായതിനാലാണ് ഹ്യുണ്ടായി ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഇന്ത്യൻ വിപണിയിൽ മറ്റു പ്രമുഖ വാഹന നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചതുപോലെ ഡീസൽ എഞ്ചിനുകൾ നിർത്തുമെന്ന് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഭാവിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ഹ്യുണ്ടായി കാറുകളായ വെർണ, ക്രൈറ്റ എന്നിവയ്ക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ ലഭിക്കും. 2019 ഏപ്രിൽ മുതൽ ജൂലൈ വരെ എലാൻട്രയുടെ 214 പെട്രോൾ പതിപ്പുകളും 90 ഡീസൽ പതിപ്പുകളുമാണ് ഹ്യുണ്ടായി വിറ്റഴിച്ചത്. ഹോണ്ട സിവിക്, സ്കോഡ ഒക്ടാവിയ, ടൊയോട്ട കൊറോള ആൾട്ടീസ് തുടങ്ങിയ ശ്രേണിയിലെ മറ്റു കാറുകൾക്കും ഇതിന് സമാനമായ അവസ്ഥ തന്നെയാണ്. ഭാവിയിൽ എലാൻട്ര ഫേസ് ലിഫ്റ്റിൽ നിർമ്മാതാക്കൾ ഡീസൽ എഞ്ചിൻ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഉടനെയൊന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. 2020 ഏപ്രിൽ 1 BS6 മാലിന്യ നിരോധന മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം മാത്രമേ വാഹനത്തിൽ ഡീസൽ എഞ്ചിൻ നൽകുകയുള്ളൂ. കിയ സെൽറ്റോസിലൂടെ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ച പുതിയ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനായിരിക്കാം എലാൻട്ര ഫേസ് ലിഫ്റ്റിലും കമ്പനി നൽകുക. പുതുതലമുറ വെർണയിലും ക്രൈറ്റയിലും ഇതേ എഞ്ചിൻ തന്നെയാവും നിർമ്മാതാക്കൾ ഉൾപ്പെടുത്തുന്നത്. വാഹനത്തിൽ വരുത്തിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എലാൻട്ര ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ത്രികോണാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകൾ, കാസ്കേഡിംഗ് ഗ്രിൽ, പുനർരൂപകൽപ്പന ചെയ്ത ബമ്പർ ഡിസൈൻ എന്നിവയാണ്. വാഹനത്തിന് ആധുനിക രൂപകൽപ്പന നൽകുന്നതിനായി വശങ്ങളും പിൻ പ്രൊഫൈലും പരിഷ്കരിച്ചിരിക്കുന്നു. വിപണിയിലെ നിലവിലെ മത്സര നിലവാരവുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ പുതിയ എലാൻട്രയുടെ അകത്തളം ഒരുക്കിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയും റിവേഴ്സ് ക്യാമറയുള്ള 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഹ്യുണ്ടായിയുടെ ബ്ലൂ ലിങ്ക് സ്മാർട്ട് കണക്ടിവിറ്റി സവിശേഷതയും വാഹനത്തിൽ വരുന്നു.